2/16 പകുതി എന്ന് പറഞ്ഞാൽ 2/16 ഹാഫ് ബൈ 2, അതായത് 2/16/2/1 (m/n) അതായത് പവേഴ്സം കുറച്ചാൽ മതി. 16 - 1 അതായത് 2/15 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2/16 പകുതി എന്ന് പറയുമ്പോൾ 2/16/2, അതായത് 2/16/2/1. 2 എന്ന് പറഞ്ഞാൽ 2/1, അതായത് (m/n) (m/n) 16 - 1 2/15. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം ഡിവിഷനാണ്. നാം ആദ്യത്തെ സംഖ്യ മാത്രം അങ്ങനെ ഇടും, ബാക്കിയെല്ലാം താഴെ കൊണ്ടുവന്ന് ഗുണിച്ചാൽ മതി. 2/3 ആദ്യത്തേത് മാത്രം. ഇത് മൊത്തം ഡിവിഷൻ എങ്ങനെ 4 എണ്ണം ഡിവിഷനായിട്ട് വന്നാൽ ആദ്യത്തെ സംഖ്യ മാത്രം അങ്ങനെ ഇട്ടിട്ട് ബാക്കിയെല്ലാം താഴെ അങ്ങ് ഗുണിച്ചാൽ മതി. അതായത് 2/1 ഇത് (m × (n × a) ഇത് 3 കൂടെ കൂട്ടിയാൽ മതി. 2/3 + 3 + 3 2/1/2/9 എന്ന് പറഞ്ഞാൽ (m/n) 1 - n, അതായത് 2⁻8 വരും. അത് ഈ ഓപ്ഷനിൽ ഇല്ല. ഈ ഓപ്ഷൻ തന്നിരിക്കുന്ന ഓപ്ഷൻ എല്ലാം 2⁻8 എന്ന് പറഞ്ഞാൽ 1/2/8 കൃത്യങ്ക നിയമം അനുസരിച്ച് അടി പോകുമ്പോൾ 1/2/8 എന്നല്ലേ 2⁻8 എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് എഴുതാം. ഇത് ഓപ്ഷനിലെ ഉത്തരവൊന്നും ശരിയല്ല. ഇവിടെ ബോഡ്മാസ് നിയമം വെച്ച് ചെയ്യാം. ഇവിടെ ബ്രാക്കറ്റ് ബോഡ്മാസ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റ് വേണം ആദ്യം ചെയ്യാൻ. അതായത് ഇതിൻ്റെ വില എന്ത് കിട്ടും? (a/m × a/n) അതായത് -2⁴ + 2 എന്ന് വരും. ഇവിടെ പിന്നെ എന്തുകൊണ്ട് വരും? (2�7) ഡിവൈഡഡ് ബൈ ഇതൊന്ന് ചെയ്യണം ബ്രാക്കറ്റിൽ. അതായത് (2�7) ഡിവൈഡഡ് ബൈ (2⁴ + 2) എന്ന് പറഞ്ഞാൽ 6. അതായത് (2�7) വരും. അടിയിലത്തെ ക്രിയ ചെയ്യുമ്പോൾ ഒന്ന് ചെയ്യണം, അത് ബ്രാക്കറ്റ് ആയാണ് (6). അതായത് (2�7 - 6) (a/m × a/n) അതായത് (2⁻1) (2⁻1) എന്ന് പറയാം -2 ഒരു തവണ. ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. -2 ഒരു തവണ. ഇവിടെ ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം. ഇത് രണ്ടും കൂടെ ബ്രാക്കറ്റ് ഒന്ന് ചെയ്താൽ എന്ത് കിട്ടും? (2⁻7 - (2⁴ + 2) (2⁻7 - (2⁻6) വരും. അപ്പോൾ നമുക്ക് (a/m × a/n) (2⁻7 - 6) (2⁻1) എന്ന് പറഞ്ഞാൽ -2 ഒരു തവണ.